ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എന്താ പറയാ, ഈ കുപ്പായം തന്നത് ഇതിൽ കളർ അടിക്കണമെന്നല്ലേ വിചാരിച്ചത്? അല്ല അത് തെറ്റാണ് നിങ്ങൾ വിചാരിച്ചത്. പിന്നെ ഗായ്സ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഹെയർ ബാൻഡ് എങ്ങനെയുണ്ട് ഗായ്സ്? നല്ല സോഫ്റ്റ് ആണ് ഗായ്സ്. തൊട്ട് നോക്കിക്കോ, നല്ല സൂപ്പർ ഉണ്ട് ഗായ്സ്. ഇതിൽ ലവെല്ലാം എഴുതിയിട്ടുണ്ട് ഗായ്സ്. അതിലൂടെ നമ്മളെ ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഫ്ലാഷ് ലൈറ്റ് ക്രാഫ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ കൂടെ ബുക്ക്, മാർക്കർ, കവറെല്ലാം ഉണ്ട് ഗൈസ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലെയിൻ കവറാണ്. ഇത് ചുളിയൊന്നും ചെയ്യരുത്. പിന്നെ ഈ മാർക്കർ ഉണ്ട്, ഇത് വേണം. പിന്നെ ഈ ഡ്രോയിങ് ഉള്ള എല്ലാം ബുക്ക് വേണം. നമുക്ക് ഡ്രോയിങ് ബുക്കെല്ലാം. ഇതെൻ്റെ സ്കൂളിലെ ബുക്കാണ് പണ്ടത്തേത്. അപ്പം ഞാൻ മനസ്സിലായിരുന്നു, ഇപ്പം സെക്കൻഡ് സി ആയി. നമുക്കില്ല ഇതിൽ ഏതെങ്കിലും ചിത്രം നോക്കിയിട്ട് വരക്കാം. വിചാരിച്ചിട്ട് പഠിക്കണ്ട, ഇത് സിമ്പിളായിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരക്കാം ഗൈസ്. ഞാൻ ഒരു കാര്യം പറയണേ, ഇത് നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഈ മാർക്കറെല്ലാം യൂസ് ചെയ്യേണ്ടി വരും. നമുക്കില്ല ഈ കവറിൽ എഴുതാൻ പറ്റുന്ന മാർക്കറെല്ലാം ആണ് വേണ്ടത്. പിന്നെ ഇല്ലേ, ഈ കവറിന് എന്തെങ്കിലും മാഞ്ഞു പോകാൻ പാടില്ല. അതായത് ഈ കവറിൽ വരക്കാൻ പറ്റണം. സാധാരണ പെന്നെല്ലാം ഉപയോഗിച്ചാൽ ചിലപ്പോ മാഞ്ഞു പോകും, അല്ലെങ്കിൽ പറ്റൂലല്ലോ, തെളിയൂലല്ലോ. അപ്പൊ ഇതേപോലത്തെ മാർക്കറോ അതേപോലത്തെ പെന്നെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം വരക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് വരച്ചെടുക്കണം. സാനു ഇതിങ്ങനെ നോക്കി വരക്കാൻ സിമ്പിളാണ് അല്ലേ? നോക്കിയിട്ടല്ല, അതിന്റെ മേലെ കൂടെ വരച്ചെടുക്കാൻ. സാനു ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വരച്ചെടുക്കട്ടെ അല്ലേ? ബാക്കി എന്നിട്ട് എന്താ വേണ്ടേന്ന് പറഞ്ഞുതരാം. അപ്പൊ സാനു ഒരു ചിത്രം വരച്ചെടുത്തിട്ട് ഈ കവറിലാവുമ്പോ ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ മേലെ കൂടെ വരച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തത് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ചെടുക്കുക അല്ലേ? ഞാൻ ഉണ്ടാക്കാൻ പോവാന്ന് കേക്ക്. ഇങ്ങനെ നമുക്ക് എല്ലാ ചിത്രവും വരച്ചെടുത്തിട്ട് കാണാം അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് സമയമാവൂലേ? നമുക്കിങ്ങനെ ഓരോ ചിത്രവും ഇതിലിങ്ങനെ വരച്ചെടുത്തിട്ട് കാണാം. ഞാനെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. നോക്ക്, അതിന് അമ്മയില്ല, കുറച്ച് എനിക്ക് ഹെൽപ്പെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കളർ അടിക്കണം. കളർ അടിച്ചാലാ കളർ വരൂ. ഈ പിക്ചേഴ്സിനെല്ലാം കളർ അടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ട്രീ ആണ് ആക്കുന്നത്. ഇതില് വെച്ചിട്ട് കാണുന്നില്ല അല്ലെ? അതിൽ ചിത്രം ഉള്ളത് കൊണ്ട് കാണുന്നില്ല. നമുക്ക് യെല്ലോ കളർ അടിക്കാം. വൈറ്റിലാവുമ്പോ മനസ്സിലാവുന്നല്ലോ കളർ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെറുതായിട്ടാ. ഗൈസ്, ലീഫിന് ഗ്രീൻ കളർ. Oh my god guys, so cute, so pretty. ഇനി നമുക്ക് അതാക്കാം. ബ്രൗൺ കളർ. ഇതിന്റെ ഡബിൾ സൈഡാണ് ഗൈസ്. So cute guys. നമുക്കിത് ഓരോരുത്തരും കളർ കൊടുത്തിട്ട് കാണാം.
കണ്ടോ കണ്ടോ കണ്ടോ. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ഏത് സ്കച്ചിന്റെ? ഹാ നല്ല മണം. ഹോ പിങ്ക് നല്ല പിങ്ക് കളർ ആവുന്നുണ്ടല്ലേ? പിങ്ക് നല്ല കളറാണ്. ഈ പേപ്പറിൽ അടിക്കുമ്പം ഈ കവറിൽ അടിക്കുമ്പോൾ കളർ മാഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനത്തെ കളർ എടുക്കണം. ചില കളറ് പെട്ടെന്ന് മാഞ്ഞു പോവും. ഇതങ്ങനെ മാഞ്ഞു പോകുന്നില്ല അല്ലേ? ഇനി ഇവളെല്ലാം കളർ ഇങ്ങനെ കൊടുക്കട്ടെ. അല്ല ഒരുപാട് സമയം. നല്ലൊന്നും കളർ കൊടുത്തില്ല, കുറച്ചേ കളർ കൊടുത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഫുള്ള് കളറ് കൊടുക്കാൻ പറ്റും. ശരിക്കും ക്ലിയർ അല്ല അല്ലേ? കുറച്ച് കളർ സൂപ്പർ. ഇനി നമുക്ക് ബ്ലാക്ക് പേപ്പർ വേണം. ബ്ലാക്ക് പേപ്പർ ഇത് നമുക്ക് ബ്ലാക്ക് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതും ടാപ്പ് കൊണ്ട്. അതെങ്ങനെ ഒട്ടിക്കുവാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ 3 സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ സൈഡും മേലത്തെ സൈഡ് ഈ സൈഡും അല്ലേ? 3 സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഒട്ടിച്ചെടുക്കാതെ. ഇനി ഇവള് ഇവിടെ ടാപ്പ് എടുത്തിട്ടുണ്ട്. 1 2 3. 1 minute guys. കുറച്ച് മുകളിൽ വെച്ചിട്ട് എനിക്കില്ല ഇത് ചെയ്യാൻ എൻ്റെ അമ്മേൻ്റെ കുറച്ച് ഹെൽപ്പെല്ലാം വേണം. നിങ്ങൾ എന്നെ പോലത്തെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് മേടിക്കാൻ പറ്റും ഗൈസ്. ടാപ്പ് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നേരെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഇവിടെ നേരെ ആയിരിക്കണം. ചെരിഞ്ഞു പോയാൽ അത് ഭംഗി പോകും. ഒരു സൈഡ് ഒട്ടിച്ചു. നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടെ ഒട്ടിച്ചു. നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏത് പശുള്ളതാണ് ഏത് നോർമലാണ്. മനസ്സിലാവുന്ന ഗൈസ്? ഈ സൈഡ് മണം കൊണ്ടാണ് കേട്ടോ. ഏതാ പശുള്ള സൈഡ്? എന്റെ കയ്യിൽ കുറെ വേർപ്പുണ്ട് ഗൈസ്. ഗൈസ് നമ്മളല്ലേ ഒരു ക്രാഫ്റ്റ് അല്ല ചെയ്യുന്നു, എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. എന്താ പറയാ, ഇത് വർക്കാവോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ സൈഡ് ചെയ്തല്ലേ അങ്ങനെ ഒട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ്. ഇനി നമുക്കില്ലേ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാക്കാം അല്ലേ? ഞാൻ ഇത് ബ്ലാക്ക് പേപ്പറിൽ ഞാനും അമ്മയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. മാറ്റി വെച്ചിട്ട് നമുക്കിനി ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാക്കാം, ടോർച്ച് ഉണ്ടാക്കാം. നമുക്കില്ല വൈറ്റ് കളർ പേപ്പർ വേണം. നിങ്ങളുടെ അടുത്ത് യെല്ലോ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതും എടുക്കാൻ പറ്റും. പിന്നെ ഞാനല്ല വൈറ്റ് കളർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. വൈറ്റ് പേപ്പറിൽ ടോർച്ച് വരച്ചെടുക്കണം. അപ്പോൾ ടോർച്ചെടുക്കാം. ഗൈസ് ആയി 2 സൈഡ്. നമുക്ക് പുറത്തുനിന്ന് ഏതോ കുഞ്ഞുവാവ കരയുന്ന സൗണ്ട്. ഇത് അന്ന ഫ്രണ്ട് ആണെങ്കിലോ അറിയില്ല.
ഗൈസ് ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ കുറച്ച് കളറും കൂടെ കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൽ കൊടുക്കണം യെല്ലോ കളർ. ഗൈസ് എന്തിനാ അറിയാം ഡാർക്ക് ആയിട്ട് ഇപ്പം നമ്മൾ ഈ ആ പേപ്പർ കവറിനെ കൊണ്ട് ഡ്രോയിങ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ആ ബ്ലാക്ക് കളറില്ലേ അതായത് പോയതാണ് ഗൈസ്. നമുക്കില്ല ഈ സൈഡ് കളർഫുള്ളെല്ലാം ആക്കാം കാണിച്ചിരുന്ന. നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. സൗണ്ട് കളർഫുൾ ടോർച്ചാണ്. യെസ്, കളർഫുൾ നല്ലത്. കളർഫുൾ എനിക്ക് ഇഷ്ടം. എനിക്ക് റെയിൻബോ കളറും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ ബ്ലൂ കളറും കൊടുക്കാൻ പറ്റും. ഞാൻ അതിങ്ങനെ കളർഫുൾ ആക്കുന്നതാണ്. ആഹാ, ഇത് ഫുള്ള് കളർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇല്ലേ ടോർച്ച് പോലെ അടിക്കണം ആ പേപ്പറിൽ. അന്ന് നല്ല സിമ്പിൾ പരിപാടിയാണ് ഗൈസ്. നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എന്നെ പോലെ കുട്ടികളാണെങ്കിലില്ലേ ഇതുണ്ടാക്കണമെങ്കിലേ അത് കട്ട് ചെയ്യാനെല്ലാം അമ്മയോ അച്ഛനോട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. ഹെൽപ്പ് മേടിക്കാൻ പറ്റും ഗൈസ്. ഇത് മൊത്തം കളർഫുൾ ആക്കി എടുക്കട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. യാത്ര പിന്നീട് നൈനിത്താൽ യാത്ര. നിങ്ങളല്ലേ എൻ്റെ യൂട്യൂബ് ചാനലിൽ, അതായത് ക്രാഫ്റ്റ് അല്ലാതെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എനിക്കില്ലേ കമൻ്റ് ഇട്ട് തന്നെ പ്ലീസ്. ക്രാഫ്റ്റ് ചാനലില്ലേ അത് കിഡ്സിൻ്റെ അല്ല, അതുകൊണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റൂല ക്രാഫ്റ്റ് ചാനലിൽ. അതുകൊണ്ടില്ലേ നിങ്ങളില്ലേ എൻ്റെ ക്രാഫ്റ്റ് അല്ലാതെ ചാനലിൽ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണം. ഞാൻ കൊടുക്കും പിങ്ക് കളർ പിങ്കും ഞാൻ കളർഫുൾ ആക്കി ആയിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് സ്റ്റാർട്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അങ്ങനെ ഞാൻ ടോർച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ലുക്ക് അറ്റ് ദിസ്, സോ ക്യൂട്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഇത് ഇരുട്ടത്ത് ഉള്ളതല്ല ഫ്രണ്ട്സ്, ഞാൻ ഇത് വെളിച്ചത്ത് കാണിച്ചു തരാം. ഞാനിത് മാജിക് കാണിച്ചു തരാൻ പോകുന്നു. ടോർച്ച് അടിച്ച് നോക്കുന്ന പോലെ തന്നെ ഫുള്ള് കളറും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇങ്ങനെ നോക്കിയേ, സൂപ്പർ സൂപ്പർ സാധനം ഗൈസ്, സൂപ്പർ. ഇത് നമുക്ക് ഫോട്ടോ ഫ്രെയിം ആയിട്ട് വെക്കാൻ പറ്റും ഗൈസ്. ഇതില്ലേ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നല്ല സൂപ്പർ സിമ്പിൾ സാധനമാണ് ഗൈസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അത് നോക്കി അത് പേപ്പർ കവർ വെച്ചിട്ട് പെട്ടെന്ന് ചിത്രം വരച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല. യെസ് ഗൈസ്. ഫ്രണ്ട്സ്, ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ബൈ. Welcome to the world of beauty and